ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകും നമ്മുടെ സ്ലൈസ് അക്കൗണ്ടിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഉപയോഗിച്ചായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ഇത്രയും കാലം സ്ലൈസ് അക്കൗണ്ട് എടുക്കാണ്ടിരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ല, ഇത് ഓൾറെഡി ഒരു NBFC അല്ലെങ്കിൽ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അവർ പിന്നെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ വാങ്ങിച്ചതായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സ്ലൈസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞ പേരായത്. അതായത് ബാങ്കിങ് ലൈസൻസ് കിട്ടിയവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇനിയിപ്പോൾ സ്ലൈസിൻ്റെ UPI ക്രെഡിറ്റ് കാർഡും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ അവരായിട്ട് ചാറ്റ് കാര്യങ്ങളൊക്കെ ഇതിനായിരുന്നു. ആക്ച്വലി അവരുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമർ കെയർ സൂപ്പർ ആട്ടോ. നമുക്ക് 24 hour ചാറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങളൊരു ആക്ച്വലി സ്ലൈസ് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കണോ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പേഴ്സണൽ റിവ്യൂ നമ്മൾ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഞാൻ നോർമലി ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു കിട്ടും. ഞാൻ എൻ്റെ ആപ്പിൻ്റെ സംഭവങ്ങളും അതിൻ്റെ സപ്പോർട്ടിൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ബാക്കിൻ്റെ സംഭവം UPI പേയ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അതോടെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണത്തിൽ പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പഠിക്കാൻ മറക്കണ്ടാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇവരെ സ്ലൈസ് നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓൾറെഡി മുമ്പ് ഒരു NBFC ആയിരുന്നു, ഫിൻടെക് NBFC പ്ലാറ്റ്ഫോം ആയിരുന്നു. അതായത് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, പേഴ്സണൽ ലോൺസ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ആ ഫീച്ചർ ഇപ്പോഴും ഉണ്ട്, അത് വേറെ കാര്യം. അതേ സെയിം ആപ്പ് തന്നെയാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ ബാങ്കിങ് സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ UPI ക്രെഡിറ്റ് കാർഡിനും ഇൻക്ലൂഡ് ആകാൻ പോകുന്നുണ്ട്. അതായത് അതിൽ ഓൾറെഡി നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതിലായിട്ട് പക്ഷേ സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ കസ്റ്റമർ കെയറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. കറക്റ്റ് ഡേറ്റും സംഭവമൊന്നും അറിയില്ല. പക്ഷേ ഇത് ആക്ച്വലി ഈ UPI ക്രെഡിറ്റ് കാർഡ് വരാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു സ്ലൈസിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നിങ്ങൾ UPI ക്രെഡിറ്റ് കാർഡ്, സ്ലൈസിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് വേണം കേട്ടോ. ഞാൻ ആക്ച്വലി അത് കണ്ടിട്ടും കൂടിയിട്ടാണ് ഇത് ആക്ച്വലി എടുത്ത് നോക്കിയത്. പക്ഷേ ഇത് എനിക്ക് ഓവറോൾ എക്സ്പീരിയൻസ് നമ്മളിതിൻ്റെ വീഡിയോ KYC അടക്കം ഞാൻ പറയാം കേട്ടോ. എനിക്ക് നമ്മൾ ഓൺലൈൻ സംഭവങ്ങളൊക്കെ ചെയ്തു, നമുക്ക് ഓൺലൈൻ സുഖമായിട്ട് ചെയ്യാം. എനിക്ക് ആക്ച്വലി ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിന് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ഡിജി ലോക്കറിൻ്റെ സെർവർ ഇഷ്യൂ ആയിരിക്കും. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ശരി. അതിനുശേഷം നമുക്ക് വീഡിയോ KYC ഓപ്ഷൻ വന്നു. 9 മണിക്ക് ഇതിപ്പോഴും വീഡിയോ KYC ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ KYC 1 മിനിറ്റേ വേണ്ട കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നോർമൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ബാങ്കുകളുടെയും ബാങ്കിങ് വീഡിയോ KYC പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാനില്ല. എന്നാലും ഭയങ്കര ക്യുക്കാണ് സാധനം, പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ സാധനം ചെയ്തു അപ്പം തന്നെ 9 ആ സമയത്താണ് അപ്പം തന്നെ സാധനം ആക്ടിവേറ്റ് ആയി. നമുക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആണ്. നമുക്ക് ഡിജിറ്റൽ വെൽക്കം കിറ്റ് ഇമെയിലൊക്കെ നമുക്ക് ഇതിൽ വന്നു. നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാങ്കിങ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമുക്ക് ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൽ എനേബിൾ ആയി. അപ്പോൾ ഞാൻ ആപ്പ് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും അറിയുന്ന ആപ്പായിരിക്കും, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഈ സാധനം. അതാണ് ആപ്പ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുറന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് സീറോ എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് അല്ല കേട്ടോ. അത് നമ്മുടെ UPI പേയ്മെൻറ്റ്സ് ചെയ്യാനുള്ള ഇത് ഫസ്റ്റ് ഇനീഷ്യൽ നമ്മുടെ ഹോം പേജ് എന്ന് പറഞ്ഞ ഈ സാധനം കാണിക്കുക. അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡ് എന്നിട്ട്. അപ്പോൾ അവിടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് കമ്മിങ് സൂൺ ആയിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ മാത്രമേ നമുക്കിത് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ സൈഡിലായിട്ടാണ്. ഇപ്പോൾ ഇതിൽ കുറച്ച് ചെറിയൊരു എമൗണ്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. ട്രാൻസാക്ഷൻ ചെയ്യണം എന്നാൽ നമുക്ക് അത്യാവശ്യം ട്രാൻസാക്ഷൻ നമ്മുടെ എന്താ പറയുക ഡെബിറ്റും ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് എല്ലാ മാസവും നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ FD റേറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് 8.5% വരെ നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ. 1.5 കൊല്ലത്തേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് 8.5% വരെ. ഇത് പ്രൊമോഷണൽ സംഭവമൊന്നും അല്ല കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ എടുത്ത് കാണിച്ചു തരുന്നത്. 8.5% നമുക്ക് സുഖമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. 1.5 കൊല്ലത്തേക്ക് കിട്ടാൽ മതി. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. DICGC പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് 5 ലക്ഷം വരെ. ബാങ്ക് ആയതുകൊണ്ട് എല്ലാത്തിനും വരും ഇത്. പിന്നെ ലോക്കിൻ പീരീഡോ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയാനുള്ളത് അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ചെറിയ പ്ലേ എന്നൊരു ഗെയിമൊക്കെ ഇടയ്ക്ക് കാണാം. നമുക്ക് ചില ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ സാധനം കിട്ടും. അങ്ങനെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ നമുക്ക് ബില്ല് കാര്യങ്ങളൊക്കെ പേ ചെയ്യാനുള്ളത്. പിന്നെ ഇൻവൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻവൈറ്റേഷൻ, അതായത് നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഈ ബാങ്ക് അക്കൗണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ഞാൻ കൊടുക്കുന്നുണ്ട് ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഓട്ടോ പേ ഓപ്ഷൻ എന്തെങ്കിലും എനേബിൾഡ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. അത് 0 ആണ് ഇപ്പോൾ എൻ്റെ. പിന്നെ ഹോം പേജ്. പിന്നെ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലൈസ് ബോറോ, അതാണ് പേഴ്സണൽ ലോൺ സംഭവങ്ങൾ. അടുത്ത ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആക്ടിവിറ്റി അക്കൗണ്ടിൻ്റെ ഫുൾ ആക്ടിവിറ്റി സംഭവങ്ങൾ കാണിക്കും. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇൻ്റർഫേസ് ആണ്. ഒരു അത്യാവശ്യം വയസ്സായ ആൾക്കാർക്ക് പോലെ സുഖമായിട്ട് തന്നെ നമ്മുടെ സാധാരണ ബാങ്കിങ് ആപ്പിൻ്റെ പോലെ അല്ല, ഭയങ്കര ഈസിയാണ് സാധനം.
ഭയങ്കര സിമ്പിൾ, അതാണ് കറക്റ്റായിട്ട് വേർഡ്. ഭയങ്കര സിമ്പിൾ, ആർക്ക് വേണമെങ്കിൽ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും സുഖമായിട്ട് തന്നെ മാനേജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും ഒരു സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക, ഇത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പോൾ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതുപോലെ റിവ്യൂ പോലെ കാര്യങ്ങളും ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതുപോലെ ട്രാൻസാക്ഷനുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്ലേ ആൻഡ് വിൻ സെക്ഷനിൽ നമുക്ക് ഒരു ഗെയിം ഉണ്ട്. നമ്മളിങ്ങനെ ഒരു ആകാശത്ത് നിന്ന് ഒരു സ്റ്റാർസ് വരുമ്പോൾ നമ്മളങ്ങനെ വെട്ടി കളിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാശ് കിട്ടും. ശരിക്കും പോയിന്റ്സും കാര്യമൊന്നുമല്ല, കറക്റ്റ് കാശ് തന്നെ വരും. അത് അക്കൗണ്ടിലേക്ക് ആഡ് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ 12 രൂപ, 10 രൂപ, 5 രൂപ, 20 രൂപ, എനിക്ക് 20 രൂപ വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സാധനം കേട്ടോ. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് റിവ്യൂ പറയാൻ കാരണം. പിന്നെ അടുത്ത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്ലൈസിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ് വരുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം. അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നവർ അക്കൗണ്ട് ഹോൾഡേഴ്സാണ്. അതായത് ഇനീഷ്യലി എനിക്ക് അവരെന്നോട് ഞാൻ കസ്റ്റമേഴ്സ്, നമുക്ക് ആക്ച്വലി ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, ഞാൻ അത് പറയാൻ മറന്നു. ഇപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കണ്ടു, ഇതാണ് ആപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഉണ്ട് കണ്ടു. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് ഓപ്ഷൻ ഉണ്ട് കണ്ടു. അതിലൊന്നെങ്കിൽ നമുക്ക് ഇത്രയും ഇമെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് വിത്ത് അസ് കാണാം. അപ്പോൾ കണ്ടു. അപ്പോൾ നമുക്ക് ഏതിലാണ് നമുക്ക് സംശയമുള്ളത്, UPI ആണെങ്കിൽ UPI, ഞാൻ UPIയിൽ കൊടുത്തിട്ടാണ് അവരുടെ ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു. അപ്പോൾ നമുക്ക് ചാറ്റ് വിത്ത് അസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, കുറച്ച് 2-3 സെക്കൻഡ് അത് ഓൾറെഡി എൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടർ ആൾ വന്നു കണ്ടു. അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ 9:30, 11 മണി ആ റേഞ്ചിലൊക്കെയാണ് ഇതുപോലെ ഞാൻ UPI ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് സംസാരിക്കാൻ ആളെ തപ്പിയത്. പക്ഷെ പെട്ടെന്ന് ആൾ വന്നു കേട്ടോ. എന്ന് വെച്ചാൽ 11 മണി റേഞ്ചിലൊക്കെ ആമസോണിൻ്റെ പോലെ എല്ലാ ടൈമിലും ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ട്, ചാറ്റ് സപ്പോർട്ട്. അതൊക്കെ ശരിക്കും ഒരു ബാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ റെയറാണ്, ഭയങ്കര റെയറാണ്. എംഎക്സിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പക്ഷേ ബാങ്കിങ് അല്ല, ക്രെഡിറ്റ് കാർഡിന് അവർക്ക് 24 അവർ കസ്റ്റമർ കെയർ സപ്പോർട്ട് നമുക്ക് ആ ഒരു ആപ്പിൽ തന്നെ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓൾറെഡി. പക്ഷേ ഒരു ബാങ്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു നോർമൽ എന്താ പറയുക അക്കൗണ്ട് ബേസിസിൽ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സമയത്തൊക്കെ കാണുന്നത് കേട്ടോ. അതും എന്താ പറയുക ഓൺലൈനായിട്ട്. അപ്പോൾ എന്തായാലും അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് സംഭവം, ഞാൻ ആക്ച്വലി ഇത്രയും കാലം സ്ലൈസ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്ലൈസിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ് വന്നപ്പോൾ അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്തത്. പക്ഷേ എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ സ്ലൈസ് അക്കൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ EU ബാങ്കും അതുപോലെ തന്നെ ഈസാഫ് ബാങ്കൊക്കെ ഇല്ല, അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ചൊക്കെ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ FD ഇടാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലി അങ്ങനെ ഇഷ്യൂസൊന്നും വരാറില്ല. എന്താ വെച്ചാൽ RBIയുടെ അണ്ടറിൽ വരുന്ന സംഭവമാണ്. നമ്മുടെ NBFCയിൽ ഇടുന്ന അതിനായിട്ടും കുറച്ച് സേഫാണ്, NBFCയിലാണെങ്കിലും കുറച്ചുകൂടി സേഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും UPI ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അക്കൗണ്ട് വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മറക്കണ്ട. ഞാൻ താഴെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ വൺ ഓഫ് ദ മെയിൻ സീറോ ബാലൻസ് അക്കൗണ്ടായി. ഞാൻ ആക്ച്വലി സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ എൻ്റെ കോട്ടക്കൻ്റെ ഉണ്ട്, എന്താ പറയുക AUവിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ തന്നെ ഞാൻ 2-3 ഉപയോഗിക്കുന്നുണ്ട്. ഉജ്ജീവൻ ഉണ്ടായിരുന്നു, ഉജ്ജീവൻ ഞാൻ ക്ലോസ് ചെയ്തു. അതെന്ന് വെച്ചാൽ അവർ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ സീറോ ബാലൻസ് അക്കൗണ്ട് നോർമൽ അക്കൗണ്ടാക്കി മാറ്റി. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഞാൻ ചോദിച്ചപ്പോൾ എന്തായാലും ഇത് പുതിയ സംഭവമാണ്, അപ്പോൾ അവരെന്തായാലും മാറ്റാൻ സാധ്യതയില്ല. പിന്നെ അവർ വേറെ അക്കൗണ്ടൊന്നും ടൈപ്പൊന്നും ഇറക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ ആകെ ഒരു അക്കൗണ്ടിനെ ഉള്ളൂ, വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഒന്നും. ഉജ്ജീവനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടുണ്ട്, സീറോ ബാലൻസും പ്രീമിയം അക്കൗണ്ട് നോർമൽ ബാങ്കിൻ്റെ പോലെ തന്നെ. അപ്പോൾ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമല്ല, ഓൾറെഡി എടുത്ത് പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു യൂസേജ് ചെയ്ത എക്സ്പീരിയൻസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.